ചാർട്ടേഡ് ഫ്ലൈറ്റിലെ ദുരൂഹ മംഗലാപുര യാത്രയ്ക്ക് ശേഷം കേരള മോഡി പതിപ്പിന് തുടക്കം. ലീഗിന് എന്തെങ്കിലും സംശയമുണ്ടോ? കേരളത്തിലെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു, അതിദുരൂഹമായും ഏറ്റവും തിടുക്കപ്പെട്ട് കേരളത്തിന്റെ വൈദ്യുതി മേഖല അദാനിയുടെ കൈക്കുമ്പിളിൽ കൊണ്ടുകൊടുക്കാൻ മേനോൻ മുഖ്യമന്ത്രി തുടക്കം കുറിക്കുകയാണ്. കേരളത്തിന്റെ ഊർജ മേഖലയിലേക്ക് അദാനിക്ക് പരവതാനി വിരിക്കാനാണ് അന്ന് മംഗലാപുര യാത്രയിൽ NDA നേതാവിന്റെ വീട്ടിൽ വെച്ച് നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിയുടെ ഫോട്ടോയ്ക്ക് താഴെ ഇരുന്ന് നടത്തിയ ഡീൽ എന്താണെന്ന് ഈ വാർത്ത നിങ്ങളോട് പറയും. KCBയിൽ 3400 കോടിയുടെ കൂറ്റൻ കരാറിൽ നിഗൂഢ നീക്കങ്ങൾ. അദാനി എനർജി സൊല്യൂഷൻസ് അടക്കം പങ്കെടുത്ത ടെൻഡറിലാണ് ദുരൂഹമായ തിടുക്കം. പിണറായി സതീശൻ സർക്കാരുകളുടെ ഇടവേളയിലാണ് ഉദ്യോഗസ്ഥ നീക്കം നടന്നത്. വമ്പൻ കരാറിന് ടെൻഡർ വിളിക്കുന്നത് ഇലക്ഷന് തൊട്ടു മുൻപ് ജനുവരി 17-നാണ്. സതീശൻ സർക്കാർ വന്നതിന് പിറ്റേന്ന് വകുപ്പ് മന്ത്രിയെ നിശ്ചയിക്കുന്നതിന് മുൻപ് ടെക്നിക്കൽ ബിഡിൽ തീരുമാനം എടുത്തു. ഈ പട്ടികയിൽ അദാനി എനർജി സൊല്യൂഷൻ ഉൾപ്പെട്ടിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളത് ഫിനാൻഷ്യൽ ബിഡ് തുറക്കുക എന്ന നടപടി മാത്രമാണ്. കാര്യങ്ങളൊക്കെ വ്യക്തമല്ലേ? 3200 കോടിയിലേറെയുള്ള ബിഡാണ് അദാനിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് കാവൽ മന്ത്രിസഭ മാത്രമുണ്ടായിരുന്ന സന്ദർഭത്തിൽ 100 സീറ്റോടെ അധികാരത്തിൽ വരാൻ സതീശൻ കരുക്കൾ നീക്കി തുടങ്ങിയത്. അതിനുവേണ്ടി ഉദ്യോഗസ്ഥരെയെല്ലാം നിയോഗിച്ചു. എന്തിനു വേണ്ടിയാണ്? അളിയനെ വൈദ്യുതി മന്ത്രിയായിട്ടുള്ള സണ്ണി ജോസഫ് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള വ്യക്തി, എനിക്ക് ഏറ്റവും വിശ്വസിക്കാൻ പറ്റുന്ന വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഒപ്പം ഇരുത്തിയെന്ന് പറഞ്ഞാൽ ഈ ഡീലിലൂടെ വരുന്നതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ കൊണ്ടല്ലാതെ വേറെ ആരെങ്കിലും കൊണ്ട് വാങ്ങിപ്പിക്കാൻ പറ്റൂ? കേരളത്തെ എഴുതി വിറ്റ് തുടങ്ങി. രാജ്യത്താകമാനം എന്താണോ വിസുഗുരുജി അദാനിക്ക് എഴുതി കൊടുക്കുന്നത്, അതുപോലെ അതിന്റെ ചെറു പകർപ്പായിട്ട് കേരളത്തിന്റെ ഓരോ സാധനങ്ങളും അദാനിക്കും അംബാനിക്കും വിൽക്കാൻ വേണ്ടിയുള്ള കരാറുകളാണ് സ്വകാര്യവൽക്കരണം എന്നുള്ള നിലയ്ക്ക് ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് സർക്കാർ തൊഴിൽ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നത്. ഇനിയെല്ലാം സ്വകാര്യ മേഖല പോലെ. എയർ ഇന്ത്യ എങ്ങനെയാണ് ടാറ്റയ്ക്ക് വിറ്റതെന്നും തിരുവനന്തപുരം എയർപോർട്ട് ഉൾപ്പെടെ എങ്ങനെയാണ് അദാനിക്ക് വിറ്റതും എന്നതുപോലെ തന്നെ ഇപ്പോ കേരളത്തിന്റെ വൈദ്യുതി മേഖല എഴുതി തീർന്നു കൊടുക്കുകയാണ് അദാനിക്ക്. അതിലൂടെ എത്ര കിട്ടി എന്ന് മാത്രം നമുക്കറിഞ്ഞാൽ മതി. മംഗലാപുരം ഡീലിലൂടെ എത്ര കോടിയാണ് വീട്ടിൽ വെച്ചിരിക്കുന്ന നോട്ടിംഗ് മെഷീനിലൂടെ എണ്ണി പെട്ടിയിലാക്കാൻ പോകുന്നതെന്ന് നാടിന് അറിയേണ്ടിയിരിക്കുന്നു. അല്ലാതെ തിടുക്കപ്പെട്ട് ഇങ്ങനെ ഒരു കരാറുണ്ടാക്കി ആരോരും അറിയാതെ അംബാനിക്ക് വേണ്ടി അതിന്റെ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കിയതിന് പിന്നിലുള്ള ആ തന്ത്രം ആലോചിക്കണേ. കേരളം വിൽക്കാൻ മൗദൂദികളുടെ ഉറപ്പിനെ തുടർന്ന് സതീശൻ നേരത്തെ തന്നെ പ്ലാൻ തയ്യാറാക്കി പ്രവർത്തനം തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് പലയിടങ്ങളിലും മന്ത്രിമാരറിയാതെ ഉദ്യോഗസ്ഥരെ വെച്ച് അവരുടെ വകുപ്പുകൾ എഴുതി വിൽക്കാൻ പോകുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഈ ഞെട്ടിക്കുന്ന പ്രൈവറ്റൈസേഷൻ വരുന്നു. ചാർട്ടേഡ് ഫ്ലൈറ്റിൽ മംഗലാപുരത്തിറങ്ങി 3 കോടി രൂപയുടെ കാറിൽ പോയി മൃഷ്ടാന ഭോജനവും കഴിച്ച് അദാനിയുടെ ഗ്രൂപ്പ് പ്രസിഡന്റ് ആയിട്ടുള്ള കിഷോർ ആൽവയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്തത് വരും കാലങ്ങളിൽ കുടുംബത്തിലേക്ക് എത്താൻ പോകുന്നത് ചില്ലറയല്ല എന്ന് തോന്നിപ്പോകുന്നതാണ് ഈ തിടുക്കപ്പെട്ടുള്ള കരാറുകളെന്ന് സംശയിക്കേണ്ടി വരികയാണ്.